ജ്യോതിഷപങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വൃശ്ചികം രാശിക്കാരെ കുറിച്ചാണ്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകൾ, അത് ഇപ്പോൾ പ്രബല ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത്. അതായത് 2025 മെയ് മാസം 31-ാം തീയതി വരെ അത് 123 ദിവസം ശുക്രൻ തൻ്റെ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യും. അങ്ങനെ ഒരു ഗ്രഹം, അതായത് പ്രബല ഗ്രഹമായ വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്നത്, ഇത്രയും ദീർഘനാൾ സ്ഥിതി ചെയ്യുന്നത് അത്യപൂർവമായിട്ടാണ്. 123 ദിവസമാണ് ഈ വൃശ്ചികം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സപ്തമഭാവത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ 12-ാം ഭാവത്തിൻ്റെ അധിപനുമായിരിക്കുന്ന ശുക്രൻ. സപ്തമഭാവം എന്ന് പറയുമ്പോൾ വിവാഹ മദനാലോക ഭാര്യാഭർത്തൃ സമാഗമ ശയ്യാശ്രീ സദ്ഗമ നഷ്ടാർത്ഥ മൈഥുന്യാനവി സപ്തമാദം, അതായത് വിവാഹവും വിവാഹ അനന്തര ജീവിതത്തെയും സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപനാണ് ശുക്രൻ. ആ ശുക്രൻ ഭാഗ്യസ്ഥാനമായ 5-ാമിടത്ത് നിൽക്കുമ്പോൾ 5-ാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴം സപ്തമഭാവത്തിൽ, വിവാഹ ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ പരിവർത്തന മഹായോഗത്തോടുകൂടിയാണ് നിൽക്കുന്നത്. അങ്ങനെ പരിവർത്തന മഹായോഗത്തോടുകൂടി നിൽക്കുന്ന ഈ സന്ദർഭം വളരെ പല അപൂർവമായ പല നേട്ടങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നു. അതായത് 5ഉം 7ഉം തമ്മിൽ പരിവർത്തനം. അത് ആ വ്യാഴഗ്രഹം 2025 മെയ് മാസം 14-ാം തീയതി വരെയാണ് വ്യാഴഗ്രഹം അങ്ങനെ പരിവർത്തന മഹായോഗത്തോടു കൂടി നിൽക്കുന്നത്. ഈ കാലയളവിൽ പല വിധത്തിലുമുള്ള നേട്ടങ്ങൾ ഈ വൃശ്ചികം രാശിക്കാർക്ക് വന്നു ചേരും. അതായത് ശനിയൊക്കെ മാറി, കണ്ടകശനിയൊക്കെ മാറുകയാണ്. ഈ വൃശ്ചികം രാശിക്കാർക്ക് മാർച്ച് 30-ഓടുകൂടി കണ്ടകശനിയൊക്കെ മാറി പുതിയ ഒരു ഉയർച്ചയിലേക്ക്, ഉണർവിലേക്ക്, സജീവമായ പ്രവർത്തനത്തിലേക്ക്, നേട്ടങ്ങളിലേക്ക്, ധനസമ്പാദനത്തിലേക്ക്, ധനാഗമന യോഗത്തിലേക്ക് ഒക്കെ വന്നു ചേരാൻ പോകുന്ന ഈ സന്ദർഭത്തിലുള്ള ഈ പരിവർത്തന മഹായോഗം വളരെയധികം നേട്ടങ്ങളുണ്ടാകും. അതായത് 12-ാം ഭാവം എന്ന് പറയുമ്പോൾ അത് സ്ഥാനഭ്രംശസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ശുക്രൻ, വിദേശയാത്രയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെയൊക്കെ അധിപനായിരിക്കുന്ന ആ ശുക്രൻ ഗമനാധിപനായിരിക്കുന്ന ഗ്രഹത്തോട് യോഗം ചെയ്യുക, യാത്രയുടെ ഗ്രഹമായ രാഹുവിനോടൊക്കെ യോഗം ചെയ്ത് ആ ജലരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഉച്ചരാശിയാണല്ലോ. അപ്പോൾ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ പേപ്പറുകളൊക്കെ ശരിയാകുന്നതിന് വളരെ ഉത്തമമാണ്. വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽപരമായ അഭിവൃദ്ധികളും വന്നു ചേരും. വൃശ്ചികം രാശിക്ക് തൊഴിൽ സ്ഥാനമായ ചിങ്ങം രാശിയുടെ അധിപനായിരിക്കുന്ന ആദിത്യൻ തൻ്റെ ഉച്ചരാശിയായ മേടം രാശിയിലേക്ക് വരാൻ പോകുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തൊഴിൽപരമായ സ്ഥാനമാനങ്ങളും ഉയർച്ചകളും അഭിവൃദ്ധികളും ഈ 123 ദിവസത്തിനകം വൃശ്ചികം രാശിക്കാരെ തേടി വരിക തന്നെ ചെയ്യും. അതൊരു ലോട്ടറി ഭാഗ്യം പോലെയാണ്. അപ്രതീക്ഷിതമായി ലോട്ടറി അടിക്കുക എന്ന് പറയുമ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ലോട്ടറി മാത്രമല്ല, അപ്രതീക്ഷിതമായി കിട്ടുന്ന ലോട്ടറി ഭാഗ്യം, എന്തും പെട്ടെന്ന് കിട്ടുന്ന കാര്യം, കുറിച്ചിട്ടി അടിക്കുക, ഭൂമി സമ്പത്ത് വന്നു ചേരുക, അതൊക്കെ ഭാഗ്യം കൊണ്ട് വന്നു ചേരുന്നതാണ്. അങ്ങനെ അതുമല്ല, ഇനി ലോട്ടറി അടിക്കുന്നതിനും യോഗമുണ്ട്. എല്ലാവർക്കും ലോട്ടറി അടിക്കുന്നതല്ലതായി. അതുപോലെ തന്നെ പ്രധാനമാണ് 5-ാം ഭാവം. ഈ വൃശ്ചികം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വിവാഹം കഴിച്ചിട്ട് ദീർഘകാലമായിട്ട് കുട്ടികളൊക്കെ ഉണ്ടാകാതെ വിഷമിച്ച് പ്രാർത്ഥനയുമായി ദുഃഖിച്ച് കഴിയുന്ന ദമ്പതികൾക്ക് ഒരു സന്താന ഭാഗ്യമുണ്ടാകുവാൻ ഏറ്റവും ഉത്തമമായ സമയമാണ്. അതായത് ശുക്രൻ തൻ്റെ ഉച്ചരാശിയിൽ അവിടെ നിൽക്കുന്നു. കൂടാതെ രാഹുവിൻ്റെയും മറ്റ് ദോഷമുള്ള ഗ്രഹങ്ങളുടെയും പ്രബലത കുറഞ്ഞു നിൽക്കുന്നു.
ശനിയുടെയൊക്കെ ആയാലും പ്രബലത കുറഞ്ഞു വരും. അപ്പോൾ സന്താനഭാഗ്യം വന്നിച്ചേരും. സന്താനങ്ങളെ കൊണ്ട് ക്ലേശം അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട് ധാരാളം. അങ്ങനെയുള്ളവർക്ക് സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാനും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുവാനും വിദ്യാവിജയത്തിനും തൊഴിൽ വിജയത്തിനും ധന ആഗമന യോഗം ഉണ്ടാകുവാനും ഒക്കെ യോഗമുള്ള ഒരു സമയമാണ് ഈ വൃശ്ചികം രാശിക്കാർക്ക്. ശുക്രൻ്റെ അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെയും ഈ പരിവർത്തന യോഗം. അതായത് പരിവർത്തനം എന്ന് പറയുമ്പോൾ വ്യാഴം അത് മീനൻ രാശിയുടെ കൂടി അധിപനാണ്. മീനം രാശിയുടെ അധിപനായിരിക്കുന്ന വ്യാഴവും ഇടവം രാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനും തമ്മിലാണ് അപ്രയോട്ടും ഇപ്രയോട്ടും മാറി നിൽക്കുക. അതാണ് പരിവർത്തന മഹായോഗം. അതുപോലെ തന്നെ 11ാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി കൊണ്ടും ഒക്കെ വളരെ നല്ലതാണ്. കൂടാതെ 9ാം ഭാവാധിപനായ ചന്ദ്രൻ ഇഷ്ടഭാവങ്ങളിലൂടെ ഇഷ്ട ഗ്രഹങ്ങളുടെ യോഗം ചെയ്തൊക്കെ സഞ്ചരിക്കുന്ന സന്ദർഭങ്ങളിൽ പെട്ടെന്ന് സാമ്പത്തിക നേട്ടങ്ങളും അതുപോലെ തന്നെ PSC പോലെയുള്ള ടെസ്റ്റുകളൊക്കെ എഴുതി പാസ്സാകുന്നതിനും ഗവൺമെൻറ് തത്തുല്യ പദവിയോടുകൂടി IT മേഖലകളിലായാലും മെഡിക്കൽ രംഗത്തായാലും മറ്റ് വിദേശ ജോലികളും സ്വന്തം നാട് വിട്ട്, വിദേശം തന്നെ വേണമെന്നില്ല, സ്വന്തം നാട് വിട്ട് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ നല്ല ജോലി, ബാംഗ്ലൂരോ ബോംബെയിലോ കൽക്കട്ടയിലോ ഡൽഹിയിലോ ഒക്കെ നല്ല ജോലികളൊക്കെ ലഭിക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും യോഗമുണ്ട്. അതുപോലെ തന്നെയാണ് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് മാതാപിതാക്കൾ ധാരാളം ദുഃഖം അനുഭവിക്കുന്ന ഒരു കാലമാണ്. പ്രായമായിട്ടും വിവാഹം നടക്കുന്നില്ല, പെൺകുട്ടികളുടെ ആയാലും ആൺകുട്ടികളുടെ ആയാലും. ഈ വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4ാം പാദുവാനിയും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് കണ്ടകശിനിയൊക്കെ അനുഭവിച്ചുകൊണ്ട് വിവാഹത്തിന് തടസ്സമായിട്ട് നിന്നവർക്ക് വിവാഹ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് യോഗമുള്ള ഒരു സമയമാണ് ഈ 123 ദിവസങ്ങൾ. അതുപോലെ തന്നെ ധനസ്ഥാനത്തിൻ്റെ അധിപനാണ് നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് കടം വീടുന്നതിന് ഒരു കാര്യം വന്നിച്ച് കടം വീടുക പെട്ടെന്ന് എന്തെങ്കിലും ഒരു മാർഗമുണ്ടായി, ആരെങ്കിലും വായ്പ തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചെറിയ പലിശയ്ക്ക് ഒരു ലോൺ കിട്ടി, അല്ലെങ്കിൽ കുറിച്ചിട്ടി അടിച്ചു, പെട്ടെന്നൊരു ജോലി കിട്ടി, ബിസിനസ്സിൽ ചെറിയ ഒരു തോതിൽ ഒരു ബിസിനസ് ചെയ്തു, പെട്ടെന്നൊരു ലാഭം വന്നു ചേരുക. അങ്ങനെയൊക്കെ ധനം വന്നു ചേർന്ന്, അതായത് ഷെയർ മാർക്കറ്റിങ്, ബ്രോക്കറിങ് എന്ന് വേണ്ട നിരവധി അനവധിയായ തൊഴിൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക്, അത് കലാകാരന്മാരായിരിക്കുന്നവർക്കും അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നു ചേരും. സിനിമ മാത്രമല്ല, സീരിയൽ രംഗമായാലും അതിൻ്റെ സാങ്കേതിക അണിയറ പ്രവർത്തകരൊക്കെ ആയാലും, ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യുന്നവർ, ബ്യൂട്ടി പാർലറായാലും നടത്തുന്നവരോ, മറ്റ് വാഹന സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവരോ, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഡിസൈനേഴ്സ്, വാഹനങ്ങളുടെ ആയാലും ഗൃഹങ്ങളുടെ ആയാലും, വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ പാചക കലയുമായി ബന്ധപ്പെട്ടോ എന്ന് വേണ്ട നിരവധി അനവധി കലാരംഗത്ത് നൈപുണ്യം കരവിരുത് തെളിയിക്കുവാൻ ഭാഗ്യമുള്ള ഒരു യോഗമുള്ള ഒരു സമയമാണ് ഈ ശുക്രൻ്റെ ഈ സ്ഥിതി കൊണ്ട് കാണുന്നത്. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം, ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവരാണ് എങ്കിൽ പോലും ഒരു പരിധിവരെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്ന് സന്തോഷത്തോടുകൂടി ഐക്യത്തോടുകൂടി മുൻപോട്ട് ജീവിതം കൊണ്ടുപോകുവാൻ ആരംഭിക്കുവാൻ, പിണക്കങ്ങളൊക്കെ ഒത്തുതീർപ്പാകുവാൻ, പറഞ്ഞു തീർക്കുവാൻ പരസ്പരം, അതിനൊക്കെ നല്ല അവസരമാണ്. ഭൂമികാരകനായിരിക്കുന്ന ചൊവ്വയുടെ സ്ഥിതി കൊണ്ടും വളരെ അനുകൂലമാണ് ഈ സന്ദർഭങ്ങളിൽ. ശനിയുടെ കാര്യത്തിലും അപ്രകാരം തന്നെ. പൊതുവെ ആരോഗ്യമൊക്കെ തൃപ്തികരമായി, ഏതാനും ചില രോഗങ്ങളൊക്കെ വിട്ടുമാറാതെ ഇരിക്കുന്നവർക്ക് ആ ദോഷങ്ങളൊക്കെ മാറി ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും ശുക്രൻ്റെ അനുഗ്രഹത്താൽ തേജസ്സും ഓജസ്സും വർദ്ധിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശനീശ്വരന് യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുക. ശ്രീകൃഷ്ണ ഭഗവാന് പാൽപായസമൊക്കെ വഴിപാടുകൾ ചെയ്യുക, നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിക്കുക. എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നിച്ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുകയോ അവസരം ഉണ്ട്. വിവാഹ തടസ്സം നോക്കുന്ന കാര്യത്തിലായാലും, തൊഴിൽ തടസ്സമായാലും, സന്താന തടസ്സത്തിൻ്റെ കാര്യത്തിലായാലും,
ഏത് കാര്യത്തിനും നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ഓൺലൈനായിട്ടൊക്കെ നോക്കുന്നതിന് അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.